അനിമൽ റെസ്ക്യൂവിൽ തന്നെ ഏറ്റവും അധികം മനസ്സിനെ വിഷമിപ്പിച്ച ഒരു ഡോഗിന്റെ കാഴ്ച ഡോഗിനെ പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ ഒരു സംഭവം പറയാൻ പറഞ്ഞ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒരുപാടുണ്ട്. ഒരുപാടുണ്ട്. ഒരുപാട് കേസുകളുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ സഹിക്കത്തില്ല. മനുഷ്യനായിട്ടുള്ള ഒരാളും സഹിക്കാത്ത രീതിയിലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്ന വഴിക്ക് മരിച്ചു പോയിട്ടുള്ളതുണ്ട്. നമ്മൾ എന്നെ സോഷ്യൽ മീഡിയ വഴി ആയിരിക്കുമല്ലോ ബ്രോ കണ്ടിട്ടുള്ളത്. അല്ല, നിങ്ങൾ ഈ സക്സസ് ആയിട്ടുള്ള കേസുകൾ മാത്രമായിരിക്കും നമ്മൾ അതുവഴി കണ്ടിട്ടുള്ളത്. ഞാൻ ഡെയിലി ഒരു 4-5 റെസ്ക്യൂസ് ചെയ്യുന്ന ഒരാളാണ്. അന്നേരം അതിനകത്ത് ഇതേപോലെ പലതും നമ്മൾ ഒരു 50% നമ്മൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ടും രക്ഷപ്പെടാത്ത കേസുകളാണ്. നമ്മളത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കണ്ട് ആ ഒരു ഇതായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതുങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഇത് സഹിക്കത്തില്ല. അവർക്ക് ചിലപ്പോൾ ഒരു കുറച്ച് ദിവസത്തെ ട്രോമയിലോട്ടായിരിക്കും അവർ പോകുന്നത് ഈ ഇതിങ്ങനെയുള്ള കേസുകളൊക്കെ കാണുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ കഴിവതും അങ്ങനെ മരിക്കുന്ന കേസുകൾ ഷെയർ ചെയ്യാറില്ല. ഓർമ്മയിൽ നിൽക്കുന്ന ഏറ്റവും ടെൻഷൻ അടിച്ചൊരു റെസ്ക്യൂ അതേതായിരുന്നു? ടെൻഷൻ അടിച്ചിട്ടുള്ളൊരു റെസ്ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വിഷമം തോന്നിയത്, അത് ഞാൻ ആ ഡോഗിനെ യൂത്തനൈസ് ചെയ്തു. അതായത് മേഴ്സി കില്ല് ചെയ്യേണ്ട വന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 മാസം പ്രായമുള്ളൊരു പപ്പി ആയിരിക്കണം. അതിൻ്റെ താടിയല് പൊട്ടിയിട്ട് നാവ് ഉള്ളിൽ നിന്ന് പറഞ്ഞിങ്ങ് പുറത്ത് വന്നു. താടിയലിനകത്തായിരിക്കും ഈ താഴത്തെ ഭാഗത്തല്ലേ ഇത് നാവ് അറ്റാച്ച് ആയിട്ടിരിക്കുന്നത്. അത്രയും ഭാഗം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് നാവും കൂടെ ഇങ്ങ് പുറത്ത് വന്നു. അന്നേരം ആ ഒരു അവസ്ഥയിൽ അന്ന് സംഭവിച്ചിട്ടേ ഉള്ളൂ. ആരോ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച പട്ടിക്കുഞ്ഞുങ്ങളായിരുന്നു. 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അതിനകത്തൊരു കുഞ്ഞിനാണ് ഈ സംഭവം പറ്റുന്നത്. ഈ കുഞ്ഞ് നമ്മളെ കണ്ട് വാലാട്ടും. ആ ഒരു അവസ്ഥയിൽ നമ്മളെ കണ്ട് വാലാട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ നാവില്ലാതെ ആ ഡോഗിന് വെള്ളം പോലും കുടിക്കാനായിട്ട് സാധിക്കത്തില്ല. മനസ്സിലായി? 1.5 മാസം പ്രായമായുള്ളൂ. അന്നേരം ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് ഇനിയുള്ള ഓരോ ദിവസവും അതിന് നരകമായിരിക്കും. അതുകൊണ്ട് നമ്മൾ അന്ന് യൂത്തനൈസ് ചെയ്യേണ്ടി വന്നു ആ ഡോഗിനെ.